Friends, welcome. My niece is going to share a thought which is based on Galatians 5th chapter, the fruits of the spirit, especially on self-control. So enjoy and do not forget to like, share, comment, and subscribe. Praise Lord. A topic or a thought which I want to share with all of you is about fruits of spirit. അതായത് ആത്മാവിൻ്റെ ഫലങ്ങൾ. നമുക്കെല്ലാം ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ. ദാറ്റ് ഇസ് ഗലാത്യൻസ് 5:22 പറയുന്നുണ്ട്. ആത്മാവിൻ്റെ ഫലങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഇന്ദ്രിയജയം. ദാറ്റ് ഈസ് വിക്ടറി ഓവർ അവർ സെൻസസ്. ആസ് എ ചൈൽഡ് എനിക്ക് ഇന്ദ്രിയജയം എന്താണെന്നുള്ളത് അറിയത്തില്ലായിരുന്നു. ആൻഡ് ഐ നെവർ മെയ്ഡ് എൻ അറ്റംപ്റ്റ് ടു ആസ്ക് ഓൾസോ എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത്. ആൻഡ് റീസെൻ്റ്ലി ഓൺലി ഐ കെയിം ടു നോ ദാറ്റ് ഇന്ദ്രിയജയം എന്ന് പറയുന്നത് സെൽഫ് കൺട്രോൾ ആണെന്നുള്ളത്. ആൻഡ് ഐ വാസ് ലൈക്ക് ഇറ്റ്സ് സച്ച് എൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. നമ്മൾ ചെയ്യുന്ന പല സീൻസ് അല്ലെങ്കിൽ നമുക്ക് അകപ്പെട്ടു പോകുന്ന പല ടെംപ്റ്റേഷൻസ് ആൻഡ് അഡിക്ഷൻസ് ഇറ്റ്സ് ബിക്കോസ് വി ലാക്ക് ദാറ്റ് സെൽഫ് കൺട്രോൾ. ആ സെൽഫ് കൺട്രോൾ നമുക്ക് ഇല്ലാത്ത കാരണമാണ് നമ്മൾ പല കുഴപ്പങ്ങളിലും അകപ്പെട്ടു പോകുന്നത്. ആൻഡ് വി മൈറ്റ് ബി എ പേഴ്സൺ വിത്ത് ലോട്ട് ഓഫ് ലവ്. നമ്മൾ ഭയങ്കര പരോപകാരം ചെയ്യുന്ന ആളായിരിക്കും, ഭയങ്കര ഹോണസ്റ്റി ഉള്ള ആളായിരിക്കും, വിശ്വസ്തമുള്ള ആളായിരിക്കും. ബട്ട് ആ ഒരു സെൽഫ് കൺട്രോൾ നഷ്ടപ്പെടുന്ന കാരണമാണ് നമുക്ക് പല പ്രശ്നങ്ങളും പറ്റുന്നത്. മേ ബി മുൻകോപമായിരിക്കും, ഷോർട്ട് ടെമ്പേർഡ്നെസ് ആയിരിക്കാം, അല്ലെങ്കിൽ അഡിക്ഷൻസ് ആകാം. ഇൻ ദ ബൈബിൾ ഇറ്റ്സെൽഫ് പ്രോവർബ്സ് 14:17 പറയുന്നുണ്ട്, എ ക്വിക്ക് ടെമ്പേർഡ് മാൻ ആക്ട്സ് ഫൂളിഷ്ലി. അതായത് മുൻകോപി, ഹി ആക്ട്സ് ഫൂളിഷ്ലി എന്നാണ് ബൈബിൾ ഒരു മുൻകോപിയെ പറ്റി പറയുന്നത്. ആൻഡ് പ്രോവർബ്സ് 25:28 പറയുന്നത്, whoever has no rule over his own spirit is like a city broken down without walls. അത് തനിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെ ആകുന്നു. ആസ് വി ഓൾ നോ, എ സിറ്റി വിച്ച് ഇസ് നോട്ട് പ്രൊട്ടക്റ്റഡ് ബൈ എനിത്തിങ്, അല്ലെങ്കിൽ ഒരു മതിലില്ലാത്തൊരു പട്ടണം ആർക്കും വേണമെങ്കിലും അതിലേക്ക് കയറാം. സോ അതിന് എങ്ങനെ വേണമെങ്കിലും കറപ്റ്റ് ആക്കാം. സോ ഇഫ് യു ആർ ലൈക്ക് ദാറ്റ്, ഇറ്റ്സ് ഈസി ഫോർ ദ ഡെവിൾ ടു കറപ്റ്റ് അസ്. ഇറ്റ്സ് ഈസി ഫോർ ദ ഡെവിൾ ടു എൻ്റർ ഇൻ ടു അവർ. നമ്മളിലേക്ക് ഡെവിളിനെ എൻ്റർ ചെയ്യാൻ ഭയങ്കര എളുപ്പമായി കഴിഞ്ഞു. സോ ഇതിച്ചൂടെ മനസ്സിലാവാൻ ഐ വിൽ ലൈക്ക് ടു ടേക്ക് എൻ എക്സാമ്പിൾ ഫ്രം ദ ഓൾഡ് ടെസ്റ്റ്മെന്റ്. നമുക്കെല്ലാം ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ക്യാരക്ടറാണ് യെശയ്യാവ് എന്നുള്ളത്. ആസ് യു ഓൾ നോ, യെശയ്യാവ് ഒരു പായസത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു മീലിന് വേണ്ടി ദാറ്റ് വാല്യൂബിൾ ജ്യേഷ്ഠാവകാശത്തെ വിറ്റ് കളഞ്ഞു. തനിക്ക് ആ സമയത്ത് ആ ഒരു വിശപ്പ് അല്ലെങ്കിൽ ആ ഒരു ബോഡ്ലി ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അതായത് ഹി ലാക്ട് സെൽഫ് കൺട്രോൾ. സെൽഫ് കൺട്രോൾ അവിടെ കംപ്ലീറ്റ്ലി ഇല്ലാണ്ടായി. ബിക്കോസ് ഓഫ് ദാറ്റ് ഒരു വലിയ ബ്ലെസ്സിങ് തന്നെയാണ് യെശയ്യാവിന് അവിടെ നഷ്ടപ്പെടാൻ ഇടയായത്. കമ്മിങ് ടു ദ ന്യൂ ടെസ്റ്റ്മെന്റ്, നമുക്കെല്ലാം ആ സെൽഫ് കൺട്രോൾ നമ്മൾ എങ്ങനെ, അതിന് നമുക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ പറയാൻ പറ്റും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. ആസ് യു ഓൾ നോ, ലൂക്ക് ചാപ്റ്റർ 4 പറയുന്നത്, അതായത് 40 days ഓഫ് ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് യേശു വന്നപ്പം ഹി വാസ് ടെംപ്റ്റഡ് ബൈ ദ ഡെവിൾ എന്നാണ് പറയുന്നത്. സോ യേശുവിന് വിശന്നു, സാത്താൻ യേശുവിനെ പരീക്ഷിച്ചു. വിശക്കുന്ന സമയത്ത് അപ്പം തരാന്നൊക്കെ പറഞ്ഞ സമയത്ത് പോലും ദൈവം അല്ലെങ്കിൽ യേശു കർത്താവ് നമുക്ക് സെൽഫ് കൺട്രോളിന്റെ ഏറ്റവും ഒരു കംപ്ലീറ്റ് ഹൗ വി ക്യാൻ, നമ്മൾ ആ സമയത്തും സെൽഫ് കൺട്രോൾ നഷ്ടപ്പെടാതെ എങ്ങനെ ആ സമയത്തും പിടിച്ചു നിന്നു നമ്മളെ കാണിക്കുന്നുണ്ട്. ഇഫ് വി ആർ ഇൻ ദ സിറ്റുവേഷൻ, തിങ്ക് ലൈക്ക് ദാറ്റ്, നമ്മളാണ് ആ സിറ്റുവേഷൻ എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഒരു വിലപ്പെട്ട ഒരു സാധനം നമ്മുടെ കയ്യിലുള്ള വേറൊരു സാധനം കൊടുത്താൽ തരാമെന്ന് പറഞ്ഞാൽ വി വിൽ ഈസിലി സേ എനിക്ക് അതാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ്, തന്നോ. നമ്മൾ ഈസിലി വി വിൽ ലൂസ് അവർ സെൽഫ് കൺട്രോൾ. ഇറ്റ്സ് ഹ്യൂമൻ ടെൻഡൻസി ടു ഡു ലൈക്ക് ദാറ്റ്. പക്ഷേ ആ സമയത്തൊക്കെ നമ്മൾ ഇറ്റ്സ് ഓൺലി പോസിബിൾ ത്രൂ ഹോളി സ്പിരിറ്റ്. നമുക്ക് ഈ സെൽഫ് കൺട്രോൾ നമ്മൾ പറയുന്ന പോലെ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന കാര്യമല്ല. ഇറ്റ്സ് പോസിബിൾ ത്രൂ ഹോളി സ്പിരിറ്റ് ഓൺലി. ആസ് വി ഓൾ നോ, ന്യൂ ടെസ്റ്റ്മെന്റിൽ ഫാസ്റ്റിംഗ് ഈസ് എ വേ ടു എൻഹാൻസ്, അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് കൺട്രോളിനെ കുറച്ചുകൂടെ ഇംപ്രൂവ് ആക്കാനുള്ള ഒരു വേ ആണ് ഫാസ്റ്റിംഗ്. ഇറ്റ്സ് നോട്ട് ഓൺലി നമ്മൾ ഫുഡ് കഴിക്കാണ്ടിരിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊന്നും. ഇറ്റ്സ് എ മെത്തേഡ് ടു നമ്മുടെ റിക്വസ്റ്റ് ദൈവസന്നിധിയിൽ വെക്കാണ്. പ്ലസ് ഇറ്റ് ടീച്ചസ് ആസ് സെൽഫ് കൺട്രോൾ. അതായത് നമ്മുടെ ബോഡ്ലി ഇമോഷൻ ആയ ഹങ്കർ, ജഡീക സ്വഭാവമാണ്. ആ ജഡീക സ്വഭാവങ്ങളിൽ മേൽ നമ്മളൊരു കൺട്രോൾ, ദാറ്റ് ഈസ് നമ്മൾ ആ സമയങ്ങളിൽ നമ്മൾ ഫുഡ് കഴിക്കാണ്ടിരിക്കുമ്പം നമ്മൾ സെൽഫ് കൺട്രോൾ, ആ ഒരു സെൽഫ് കൺട്രോളിൽ നമ്മൾ ത്രൂ ഹോളി സ്പിരിറ്റ് നമ്മളത് പ്രാപിക്കുകയാണ്. So it's a great method of enabling us to have self-control. A small message which I want to share is that having control over our bodily emotions and temptations. നമുക്ക് പല addictions വന്നേക്കാം, especially youth. We are very prone to fall into many addictions. ചിലപ്പം ഷോർട്ട് ടെമ്പേർഡ്നെസ്, പല അഡിക്ഷൻസിൽ നമ്മൾ വീണു പോവാം. ആ സമയത്തൊക്കെ നമുക്ക് അതിൽ നിന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇറ്റ്സ് ഓൺലി പോസിബിൾ ത്രൂ സെൽഫ് കൺട്രോൾ. ദാറ്റ് ഈസ് ഓൺലി
നമുക്ക് ഹോളി സ്പിരിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. സോ ദീസ് ഡേയ്സ് ലെറ്റ് us pray so that ഇങ്ങനത്തെ അഡിക്ഷൻസ് ഒന്നും നമ്മൾ വീഴാണ്ട് through Holy Spirit we will be able to control ourselves so that we won't be corrupted or fall into devil's plan. Thank you. God bless.